നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിന് കൊണ്ടുപോകുമോ? ആഞ്ചലോട്ടി എവിടെ കണ്ടാലും ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന കാര്യം അതാണ്. ബ്രസീൽ ടീമിൻ്റെ പ്രിലിമിനറി ലിസ്റ്റ് 55 ലിസ്റ്റ് ഫിഫക്ക് അയച്ചു കഴിഞ്ഞു. അത് ഒഫീഷ്യലി അവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിലെ വിവരങ്ങളൊക്കെ ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്ത് വിട്ട് തന്നിട്ടുണ്ട്. അതിൽ നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് പ്രിലിമിനറി സ്ക്വാഡിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഫൈനൽ സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാകുമോ? സെലക്ഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? കാർലോ ആഞ്ചലോട്ടിയോട് ഇത് ചോദിക്കുന്നത് റോയിറ്റേഴ്സാണ്. അപ്പോൾ റോയിറ്റേഴ്സിനോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, നെയ്മർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനാണ്. അത് ആളുകൾ മാത്രമല്ല, മറിച്ച് താരങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്മറെ ടീമിലേക്ക് എടുത്താൽ ലോക്കർ റൂമിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നെയ്മർ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ ഒരു പുതിയ താരത്തെ കൊണ്ടുവരുമ്പോൾ ലോക്കർ റൂമിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നെയ്മറെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവില്ല. അദ്ദേഹം ഈസ് വെരി ഡിയർ ആൻഡ് വെരി ലവ്ഡ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് അഡ്വൈസ് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയുമാണ്. പക്ഷെ നമ്മൾ ഒരാളെ ടീമിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതില്ലേ? നെയ്മർ ഈ രാജ്യത്തിന്, ബ്രസീലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. കാരണം അദ്ദേഹം കളിക്കുമ്പോൾ ഇതുവരെ കാണിച്ചിട്ടുള്ള ആ ഒരു പ്രതിഭാവിലാസം ഒക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വളരെ വളരെ പ്രിയപ്പെട്ടതാക്കി അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം അദ്ദേഹത്തിനുണ്ടായി, പരിക്കുണ്ടായി. അദ്ദേഹം അതിൽ നിന്ന് റിക്കവറിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റിക്കവർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ അദ്ദേഹം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നെയ്മർ കളിക്കുന്നുമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എളുപ്പമുള്ള ഒരു തീരുമാനമല്ല, സിമ്പിൾ ഡിസിഷൻ അല്ല. ഞാൻ തീർച്ചയായിട്ടും എല്ലാ വശങ്ങളും, ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ നെല്ലും പതിരും അല്ലെങ്കിൽ ശരി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഞാൻ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സംഭവം നെയ്മർ ടീമിൽ എടുക്കണമല്ലോ വേണ്ടയോ അതൊന്നും എന്നെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കുന്നില്ല. കാരണം ഒരു വർഷം മുമ്പ് തന്നെ നെയ്മറെ മാത്രമല്ല മറ്റ് ബ്രസീൽ താരങ്ങളെയൊക്കെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ്. സോ നന്നായിട്ടറിയാം ഓരോ താരങ്ങളെയും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കാൻ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തി ഞാൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്രസീലിയൻ പ്ലേയേഴ്സിനെ കുറിച്ച് ഒരു വർഷത്തെ ഇൻഫോർമേഷൻ എൻ്റെ കയ്യിലുണ്ട്. അത് മറ്റാരുടെയും കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എനിക്കൊരു പെർഫെക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? വേൾഡ് കപ്പിൽ ഒരു പെർഫെക്റ്റ് സ്ക്വാഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എറേഴ്സ് മാക്സിമം കുറയ്ക്കുക, മാക്സിമം എറർ കുറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെനിക്ക് കഴിയുന്ന എനിക്ക് ഉറപ്പാണ്. സോ ടീമിന് പുറത്തുള്ള എൻവയോൺമെൻറ്റ് അത് അങ്ങനെ നടന്നോട്ടെ. ഇറ്റ് വിൽ ബി കൺട്രോൾഡ് അണ്ടിൽ ദി എൻഡ് ഓഫ് ദി വേൾഡ് കപ്പ് വിത്ത് ഓർ വിത്തൗട്ട് നെയ്മർ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നെയ്മർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നില്ല. അദ്ദേഹം വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പരിഗണിക്കും. നെയ്മർ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നതും ആഞ്ചലോട്ടി സമ്മതിക്കുന്നു. സോ സസ്പെൻസ് തുടരുകയാണ്. തിങ്കളാഴ്ച ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നെയ്മറുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നുള്ള സ്ഥിതിയിലേക്ക് ആഞ്ചലോട്ടി കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.